ഹലോ വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ച കാര്യമാണ്. പക്ഷേ ചില ആളുകളുടെ ഈ കാര്യത്തെക്കുറിച്ചിട്ടുള്ള പ്രതികരണം കേൾക്കുമ്പോൾ അത് സംസാരിച്ചേ പറ്റൂ എന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയൊരു വിഷയമാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ മേഘന വിൻസെൻറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ കുറച്ച് നാളുകൾക്ക് മുമ്പ് എല്ലാവരും കാണുകയും അതിൻ്റെ ആങ്കർ എനിക്ക് തോന്നുന്നു രമ്യ ആയിരുന്നു. അതെ, രമ്യ ഒരുപാട് വിമർശിക്കുകയും ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിമർശന വിധേയമായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എനിക്കും ഇഷ്ടപ്പെട്ടില്ല അവരുടെ ചോദ്യം. എന്തിനാണ് ഡിവോഴ്സ് ആയ ഒരു ലേഡിയാണ്, എന്തിനാണ് വീണ്ടും 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 കുത്തി ചോദിക്കുന്നത് എന്നൊക്കെ ഞാനും ഒരുപാട് വിചാരിച്ച ഒരു കാര്യമാണത്. അത് കഴിഞ്ഞ് റീസെൻ്റായിട്ട് ഇപ്പോൾ അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ട്. വീണയാണ് ഇൻ്റർവ്യൂ ചെയ്തേക്കുന്നതിൽ, ആങ്കർ വീണയാണ്. അപ്പോൾ അതിലും ഇൻഡയറക്റ്റ് ആയിട്ടെങ്കിലും കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ അത് ചോദിക്കേണ്ട കാര്യം അവർക്കില്ല. എന്തിനാണ് കഴിഞ്ഞു പോയ 7 വർഷം എന്തോ ആയെന്ന് തോന്നുന്നു അവർ ഡിവോഴ്സ് ആയിട്ടിപ്പോൾ. അപ്പോൾ വീണ്ടും 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 അതിനെപ്പറ്റി കുത്തിപ്പൊക്കി ഒരു ഡ്രോമയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മോചിതയായിട്ട് വരുന്ന ആളോട് വീണ്ടും 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 അത് ചോദിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും ക്യാഷ് ഉണ്ടാക്കുക, റീച്ച് ഉണ്ടാക്കുക എന്ന് തന്നെയാണല്ലോ അവരുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എന്തിനാണ് ഇപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മുൻപ് അനുഭവം ഉണ്ടെന്നിരിക്കെ എനിക്ക് തീർച്ചയായിട്ടും പറയാം. ഞാൻ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യത്തെ പറ്റിയിട്ട് ഇപ്പോൾ അവരുടേതാണെങ്കിൽ ഡിവോഴ്സിനെ പറ്റിയിട്ടാണ്, കഴിഞ്ഞ കാലത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറ്റിയിട്ട് പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. സോ അതുകൊണ്ട് അതിനെപ്പറ്റി എന്നോട് ചോദിക്കരുത്, ഞാൻ അതിനെ ആൻസർ ചെയ്യില്ല. അഥവാ ഇൻ്റർവ്യൂവിനിടയ്ക്ക് അവരതിനെപ്പറ്റി ചോദിക്കുകയോ എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ ഇത് പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള എല്ലാ റൈറ്റും അവർക്കുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റൈറ്റ് അവർക്ക് ഉണ്ടെന്നിരിക്കെ എന്തിനാണ് ഇതിന് നിന്നു കൊടുക്കുന്നത് എന്നൊരു ചോദ്യവും അവിടെയുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ട തന്നെ. ഇപ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ട് 7 വർഷം എന്തോ ആയി. ഈ പറഞ്ഞ ആൾക്ക് ആദ്യ ഭർത്താവിന് 2 കുട്ടികളുണ്ട്. അവർ വിഷ്വലി സന്തോഷമായിട്ട് ജീവിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെയും ഇവരുടെ ഈ മേഘനയുടെ ഇൻ്റർവ്യൂവിൻ്റെ താഴെ വരുന്ന കമൻസിൽ മുഴുവൻ മേഘനയാണ് സുന്ദരി, അവൾക്ക് മറ്റേ ആൾക്ക് ഭയങ്കര വണ്ണമാണ്, അല്ലെങ്കിൽ മേഘനയ്ക്ക് ചേരില്ല, ഡോണിനെ കാണാൻ കൊള്ളില്ല, അവരൊന്നും ആൾ ശരിയല്ല, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസാണ് വരുന്നത്. ഈ പഴയ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള കമൻസ് ഇടേണ്ടി വരുന്ന അവസരം ഏതാണ്? ഇവരിങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരോട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം മഞ്ജു വാര്യരുടെ കേസ് നമുക്കറിയാം. എവിടെയും പഴയ വിഷയങ്ങളെ പറ്റിയിട്ട് ചോദിക്കരുത്, പറയാൻ എനിക്ക് ഇഷ്ടമില്ല, കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അവരോട് ചോദിക്കുന്നില്ല, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ എനിക്ക് അവകാശമുണ്ടെന്ന്, ഞാനാണ് ഇൻ്റർവ്യൂവിന് പോകുന്നതെങ്കിൽ എനിക്ക് അവകാശമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിക്കരുത്, ഞാൻ അതിനെ ആൻസർ ചെയ്യില്ല എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. ഉള്ള കുഞ്ഞൊന്നും അല്ല, അത്യാവശ്യം പ്രായമുള്ള ലേഡിയല്ലേ. അപ്പോൾ അതെല്ലാം അവരുടെ 2 ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഞാൻ ഇന്ന് പറയാൻ വന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഇൻ്റർവ്യൂവിൽ മേഘനയുടെ അമ്മ പറയുന്ന സിനിമയെ പറ്റിയിട്ട്, സീരിയൽ മേഖലയെ പറ്റിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് കേൾക്കാം. എന്താലേ, പക്ഷെ നമ്മള് ആന്റിയുടെ ഒക്കെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ സീരിയലിലേക്ക് സിനിമയിലേക്കൊക്കെ പോകുന്നത് ഭയങ്കര റിസ്ക് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ ഉപയോഗിക്കും, ഇങ്ങനെയൊക്കെയുള്ള കുറെ കഥകളൊക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ആന്റി ഇതിലേക്കൊക്കെ വരുന്നത്. സത്യം പറയട്ടെ, ഇത്ര സേഫ്റ്റി ആയിട്ടുള്ള ഒരു ജോബ് വേറെ ഇല്ല. എവിടെയാണ് അച്ഛനെയും അമ്മേനെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലം? നമ്മുടെ സ്റ്റാൻഡാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ എനിക്ക് ഇതുവരെ ഈ നിമിഷം വരെ എന്നെ ഒരാൾ പോലും മോശമായിട്ടൊരു നോട്ടം പോലും നോക്കണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് എല്ലാവർക്കും ആ എക്സ്പീരിയൻസ് ആവണമെന്നില്ല. ഇതാണ് അവർ പറയുന്നത്. അതായത് ഇതുപോലെ സേഫ് ആയിട്ടുള്ള ഏതൊരു ജോലി ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, സേഫാണ്. നമ്മളൊരു സീരിയലിലോ നമ്മൾ ഈ ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ടിരിക്കാൻ പറ്റും. ആരും കയറി നമ്മളെ അറ്റാക്ക് ചെയ്യില്ല മീൻസ് എന്തും ചെയ്യാൻ നാണമില്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ഗ്രൂപ്പും കൂടിയാണ് ഈ സിനിമ സീരിയൽ മേഖല. പക്ഷെ അവിടെ നോ പറഞ്ഞ് നിൽക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. പക്ഷെ അടുത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് അവിടെ നിലനിൽപ്പുണ്ടാവില്ല, നമുക്ക് അവസരം ഉണ്ടാവില്ല. ഒരു വലിയൊരു അവസരത്തിന് വേണ്ടിയിട്ട് നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നതായിരിക്കാം. മേ ബി നമ്മൾ അവസരം തേടിച്ചെന്നതോ അന്വേഷിച്ച് ചെന്നോ ഒന്നും ആയിരിക്കില്ല. നമ്മൾ എവിടെയെങ്കിലും വെച്ച് ജസ്റ്റ് കാണുന്നു, നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ആ ക്യാരക്ടർ ചെയ്താൽ ശരിയാകും, എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാലും പറയും അല്ലല്ലോ, എല്ലാം പറഞ്ഞു തരും, നിങ്ങൾ ചെയ്താൽ ശരിയാണ്, നിങ്ങൾ ചെയ്താലേ ശരിയാവൂ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, സിനിമയ്ക്ക് നിങ്ങളെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കാം. പക്ഷേ
അവിടെ ചെല്ലുമ്പോഴുള്ള അവരുടെ ആവശ്യം എൻ്റർലി ഡിഫറെൻറ്റ് തന്നെയായിരിക്കും. അവർ ഒരു മറയും ഒളിവും തെളിവും ഇല്ലാതെ പറയാൻ പറ്റുന്ന ഒരു വൃത്തികെട്ട മേഖലയാണ് പറയുന്നത്. ഇങ്ങനെ സ്ത്രീകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമ സീരിയൽ എന്ന് പറയുന്ന മേഖല. നിങ്ങൾ പറയുന്നു മേഘനയുടെ അമ്മ അച്ഛനും അമ്മയ്ക്കും കൂടെ പോകാൻ പറ്റുന്ന വേറെ ഏതൊരു ജോബാണുള്ളതെന്ന്. ശരിയാണ്, സ്വന്തം മകളെ ഒരു ഉളിപ്പുമില്ലാതെ കൊണ്ടുപോയി കൂട്ടിക്കൊടുക്കുന്ന വേറെ ഏതൊരു മേഖലയും കാണില്ല സിനിമാ മേഖല പോലെ. അറിയുന്ന കാര്യമാണ്, ഞാൻ വില്ലിങ്ങാണ്, എൻ്റെ മകൾ വില്ലിങ്ങാണ്, എന്തെങ്കിലും ഒരു അവസരം കൊടുത്താൽ മതി, എന്തിനും തയ്യാറാണ് എന്ന് പറയുന്ന അമ്മമാരുള്ള ഒരു മേഖലയും കൂടെയാണ് സിനിമ സീരിയൽ മേഖല. അതിൽ ഒട്ടും സേഫ്. നിങ്ങൾ ചിലപ്പോൾ മേഘന പറയുന്നുണ്ട്, മേഘനയെ വേണ്ടാത്തൊരു കണ്ണുകൊണ്ട് പോലും ആരും ഇതുവരെ നോക്കിയിട്ടില്ല, അനുഭവം ഉണ്ടായിട്ടില്ല എന്ന്. വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിൾ. വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ലായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു നോട്ടം പോലും നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നിങ്ങൾ അത്ര ഫേക്ക് കള്ളം പറയുന്നതുകൊണ്ട് പറയുന്നതാണ്. സത്യമല്ല, ഒരിക്കലും അത് സത്യമല്ല, ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഈ സിനിമ സീരിയൽ മേഖലയിൽ ആ സംഭവം എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്, അവിടെ അതൊക്കെ. പക്ഷെ മേഘനയുടെ അമ്മ പറയുന്ന കാര്യം അവർ എല്ലാം അറിയുന്ന, ഇപ്പോൾ സിനിമ സീരിയൽ മേഖലയിൽ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ആളുകൾക്ക് പോലും അറിയുന്ന കാര്യം ഈ സീരിയൽ മേഖലയിൽ ഇത്ര വർഷമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഇവർ പറയുകയാണ് അത്രയും സേഫായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു സ്ഥലമാണ് എന്നുള്ളത്. എത്ര കള്ളമാണ് നിങ്ങൾ പറയുന്നത്. ആർക്കും പകൽ വെളിച്ചം പോലെ അറിയാവുന്ന ഈ തോന്നിയവാസങ്ങൾ, സിനിമ സീരിയൽ മേഖലയിൽ നടക്കുന്ന തോന്നിയവാസങ്ങൾ സിനിമയെ കഴിഞ്ഞും ഒരു പിടി മുകളിലാവാനേ സാധ്യതയുള്ളൂ സീരിയലുകളിൽ. അറിയുന്നതുകൊണ്ട് പറയാണ്. കാര്യം 365 ദിവസവും ഡെയിലി ഷൂട്ടാണല്ലോ രാവിലെ തൊട്ട് രാത്രി വരെ. അവിടെ അവരനുഭവിക്കേണ്ടി വരുന്ന സ്ട്രഗിളും ടെൻഷനും പ്രഷറും പിന്നെ ഇതൊക്കെ മനസ്സോടെ ചെല്ലുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട് കേട്ടോ. അവരെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ എന്തിനും വില്ലിങ്ങാണ്. ഞാൻ ഒരാൾ നോ പറഞ്ഞാൽ 99 പേര് അവിടെ വില്ലിങ്ങായിട്ടുണ്ടാവും. ഞാൻ എന്തിനു റെഡിയാണെന്ന് പറയാൻ 99 പേരുണ്ടാവും. അപ്പോൾ സ്ത്രീകളുടെ ശത്രു എന്നും സ്ത്രീകൾ തന്നെയാണ്. 100 സ്ത്രീകളും ഒരുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഞാനിതിന് വില്ലിങ്ങല്ല, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അവസരം വേണ്ട എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അല്ലാതെ മുറവിളി കൂട്ടിയിട്ട് സാമൂഹിക മാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറേ പ്രസംഗിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. സ്ത്രീകൾ തന്നെ വിചാരിക്കണം. 99 പേര് ഒരാൾ പറ്റില്ല എന്ന് പറയുമ്പോൾ 99 പേര് ക്യൂ നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മേഖല നന്നാവുക? ഞങ്ങൾ വില്ലിങ്ങാണ്. സ്ത്രീകൾ തന്നെ അപ്രോച്ച് ചെയ്യുന്ന സംഭവമുണ്ട്, അതറിയോ? സ്ത്രീകൾ തന്നെ പറയൂ ഇങ്ങനൊന്നും അല്ല, വലിയ ആളാവണ്ടേ, വലിയ സംഭവം ആകണ്ടേ, ജസ്റ്റ് ഒന്ന് നമുക്ക് എന്ത് പറ്റാനാന്നേ, എന്താണെന്നേ കുഴപ്പം. ഒരു ഒളിവും തെളിവും മറവും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന കൂട്ടിക്കൊടുപ്പുകൾ നടത്തുന്ന സ്ത്രീകളുണ്ട് ഈ മേഖലയിൽ. അപ്പോൾ കൂടുതലും ആണുങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പണത്തിനും അതിനും ഇതിനും വേണ്ടിയിട്ട് ഇവർ പറയുന്ന എന്തിനും നിന്നു കൊടുത്തിട്ട് ലാസ്റ്റ് ഇതൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ അവർ വിചാരിച്ച സംഭവം നടന്നില്ല എന്ന് പറയുമ്പം കുറ്റം പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുമുണ്ട്. ഇപ്പം നമ്മുടെ മിനു മുനീർ, അവരെപ്പറ്റി നമുക്കറിയാം. അവർ അത്ര പക്കാ ക്ലിയർ ആണോ എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, അവരെപ്പറ്റി എനിക്കറിയില്ല, അല്ലായിരിക്കാം. പക്ഷേ എന്ത് തന്നെയായാലും ഇവരെ പോലുള്ള ആളുകൾ കൊണ്ടാണ് ഇതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ പുറത്തു വരുന്നത്. അല്ലാതെ ഒരു കുറച്ചെങ്കിലും അഭിമാനത്തെ മുറുകെ പിടിച്ച് അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, തങ്ങളോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞാലും അവരത് ഹൈഡ് ചെയ്ത് വെക്കും. പറയാനായിട്ട് മനസ്സുണ്ടാവില്ല, നാണക്കേട് കാരണം. കുടുംബത്തിൻ്റെ ആ ഭദ്രത ഓർത്തിട്ട് അല്ലെങ്കിൽ കുടുംബ മഹിമ ഓർത്തിട്ട് ഒക്കെ അവർ പറയില്ല. പക്ഷെ ഒരാൾക്ക് പോലും അറിയാതെ ഇരിക്കില്ല എന്നുള്ളത് 100% ഷുവറാണ്. അതോ ഇത്രയും വർഷമായിട്ട് ഈ സീരിയൽ ഫീൽഡിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മേഘനയുടെ അമ്മയ്ക്ക് അത്രയും സേഫായിട്ടുള്ള ഒരു മേഖലയില്ലത്രേ. ശരിയാണ്, നമ്മൾക്ക് സേഫായിട്ട് തിരിച്ചു വരാം. നമ്മൾക്കൊരു അവസരം പറഞ്ഞ് വിളിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ഇതാണ് ഇവരുടെ സ്വഭാവം എന്ന് കാണുമ്പോൾ നമുക്ക് അതേപോലെ സേഫായിട്ട് നമുക്കൊരു പോറൽ പോലും പറ്റാതെ തിരിച്ചു വരാം. പക്ഷേ പിന്നെ അവിടെ ഞാനെന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാവില്ല, അതിനു പകരം വേറെ ആരെങ്കിലും ആയിരിക്കും. സ്റ്റിൽ നിലനിൽക്കാൻ പറ്റില്ല തന്നെ, ഉറപ്പുള്ള കാര്യമാണ്. 100% അണ്ടർലൈൻ ചെയ്ത് എനിക്കറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറയുമ്പോഴത്തേക്ക് പറയും നിങ്ങൾ പേര് പറയൂ, അവരുടെ പേര് പറയൂ, ഇവരുടെ പേര് പറയൂ. വെറുതെ പറഞ്ഞാൽ എങ്ങനെയാണ്? പേര് പറഞ്ഞാൽ ഈ പറയുന്നവരെല്ലാം കേൾക്കുന്നവരെല്ലാം കൂടി അവരെ അങ്ങ് ക്രൂശിക്കുമോ?
അല്ലെങ്കിൽ അവർക്ക് വേണ്ട ശിക്ഷ വിധിക്കുമോ? ഒന്നും ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരുന്ന ഈ പേര് പറയുന്നവർ തന്നെയായിരിക്കും. പിന്നെ കേസായി കൂട്ടമായി പണക്കൊഴുപ്പിൻ്റെ അഹങ്കാരത്തിൽ നിഗളിക്കുന്നവരാണെങ്കിൽ അവരുടെ ബ്ലാക്ക് മെയിലിംഗ് ആയി കാര്യങ്ങളായി എല്ലാം സ്ട്രഗിൾ ചെയ്യേണ്ടി എല്ലാം നേരിടേണ്ടി വരുന്നതും ഈ പേര് പറയുന്ന ആളുകൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും ഇതിൻ്റെ പുറകെ പോകാതെ മിണ്ടാതെ തന്നെ സൈലൻ്റായിട്ടിരിക്കുന്നത്. ഒരു കാര്യം അണ്ടർലൈൻ ചെയ്ത് പറയാൻ പറ്റും, മാനം മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഓരൊറ്റ ലേഡീസിനും പെൺകുട്ടികൾക്കും പറ്റിയ കാലെടുത്ത് വയ്ക്കാൻ പറ്റിയ ഒരു മേഖലയല്ല സിനിമ സീരിയൽ മേഖല, ഒരിക്കലുമല്ല. അത് അണ്ടർലൈൻ ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നാണോ നിങ്ങൾ പറയുന്നത് എന്നൊന്ന് ചോദിച്ചാൽ എനിക്ക് ആൻസർ ഇല്ല. അങ്ങനെയല്ലാതെ ഇതിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഷുവറാണ്. 100% ഷുവറാണ്. ഇതിലെവിടെയെങ്കിലും അതേപോലെയുള്ള വലിയ ആളുകളുടെ ആക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെയോ ഒക്കെ മക്കളുണ്ടെങ്കിൽ ശരിയായിരിക്കാം, അവർക്കൊന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കാം. അല്ലാതെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് നാണം കെട്ട് നാറിയിട്ടാണെങ്കിലും പുഴുത്തിട്ടാണെങ്കിലും ക്യാഷും ഫെയിമും മതി എന്ന് വിചാരിച്ചാൽ ഓക്കെ. ഒരു കാക്കക്കാഷ്ടത്തിൻ്റെ വില പോലും കൊടുക്കാൻ കൊള്ളാത്ത ആളുകളാണ് ഈ സിനിമ സീരിയൽ മേഖലയിലുള്ള ആളുകൾ. ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ എവിടെയെങ്കിലും ഇടയ്ക്കൊക്കെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന നല്ല ആളുകളുണ്ടാവാം. പക്ഷെ അവർ കൊണ്ട് മാത്രം ഒരു സിനിമ പൂർത്തിയാവില്ലല്ലോ. ഒരു സിനിമയിൽ ഒരു ഡയറക്ടറോ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ അതിലാരെങ്കിലും ഒരാൾ നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ വർക്കാണ് ഒരു സിനിമ. അവിടെ നമുക്ക് മനസ്സമാധാനത്തോടെ മാന്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ പോസിബിളായിട്ടുള്ള കാര്യമല്ല, നടക്കില്ല തന്നെ. അത്ര തന്നെ. ജസ്റ്റ് ഒന്ന് അവിടെ പോയാൽ അതിനെപ്പറ്റി പോയാൽ ഇതറിയാൻ പറ്റുന്ന കാര്യമാണ് എന്നിരിക്കെ ഇത്രയും കാലം ഈ മേഖലയിൽ വർക്ക് ചെയ്ത ഒരു ലേഡി പറയുകയാണ് ഇത്രയും സേഫായിട്ടുള്ളൊരു മേഖലയാണ് അത്ര. എന്തിനാണ് ഇത്ര വലിയ കള്ളം പറയുന്നത്? നിങ്ങൾ സേഫാണെങ്കിൽ, നിങ്ങളുടെ മകൾ സേഫാണെങ്കിൽ അത് മാത്രം പറയുക. ഈ മേഖല അത്ര സേഫാണെന്ന് അടച്ചങ്ങോട്ട് വെള്ളം പൂശാനായിട്ട് ശ്രമിക്കേണ്ട കാര്യമില്ല. കാര്യം ഒരുപാട് ജീവിതം നശിച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്, പുറത്ത് പറയാൻ മടിക്കുന്ന ആളുകളുണ്ട്. എന്ത് കൊള്ളയും വൃത്തികേടുമാണ് അതിനകത്ത് നടക്കുന്നത്. ഈ കൺട്രോളർമാരെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്, ഒട്ടും കൺട്രോൾ ഇല്ലാത്ത കുറേ അവന്മാർ, ഈ കൺട്രോൾ ലെവലേശമില്ലാത്ത വൃത്തികെട്ട പടുപാഴ് ജന്മങ്ങൾ. ഇവന്മാർ ഇതിനകത്ത് വരുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അപ്രോച്ച് ചെയ്യാനായിട്ട്. ചില പ്രൊഡ്യൂസേഴ്സ് സിനിമ എടുക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചില വലിയ ആക്ടേഴ്സൊക്കെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഫോട്ടോയും വലിയ മാരേജ് ഫംഗ്ഷൻ അല്ല എന്താ പറയുക വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ ഇട്ടേക്കുന്നുണ്ട്. എന്തൊരു സ്നേഹം, എന്തൊരു ലവബിളായിട്ടുള്ള കപ്പിള് എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ? പക്ഷെ വെറുതെയാണ്, വെറുതെയാണ്. ഭാര്യ കഴിഞ്ഞ് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എത്രയോ ലേഡീസ് ഉണ്ടോ ചൂണ്ടിക്കാണിക്കുകയാണ്, എനിക്ക് ഇന്നയാൾ വേണം, ഇന്നയാൾ മതി, ഇന്നയാളാണെങ്കിലേ പറ്റത്തുള്ളൂ. അതില്ലെങ്കിൽ ചിലപ്പം നന്നായിട്ട് ആക്ട് ചെയ്യില്ല കേട്ടോ. പിന്നെ അത് കൺട്രോളർമാരുടെയൊക്കെ ഡ്യൂട്ടിയാണ് അവരെ സംഘടിപ്പിച്ച് കൊടുക്കുക എന്നുള്ളത്. ഒരു ഉളിപ്പും ചളിപ്പും ഇല്ല എന്നുള്ളതാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഒന്നാന്തരം വൈഫ് വീട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പൊതുജനത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർക്ക് കൊടുക്കുന്ന ഈ ആവശ്യമില്ലാത്ത അംഗീകാരമുണ്ടല്ലോ, ഈ താരപദവി, ഇതൊക്കെ അങ്ങടുത്ത് ദൂരെ എറിഞ്ഞേക്ക. താരം എന്നുള്ളത് പോയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാക്കക്കഷ്ടം, ആ വില പോലും കൊടുക്കാൻ കൊള്ളില്ല ഇവർക്ക്. ഇതിലെവിടെയെങ്കിലും ഏതെങ്കിലും നല്ല മനുഷ്യരുണ്ടായിരുന്നു കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം എന്താ പറയുക, ഒരു വലിയ വിശാലമായ കടലിലെ വെള്ളത്തിനകത്തേക്ക് ഒരു തുള്ളി കായം ഇട്ടാൽ എന്തുണ്ടാവും എന്നും പറഞ്ഞതുപോലെ നിങ്ങളും അതിൽ പെട്ട് പോവുകയാണ്. ആ ഗ്യാങ്ങിൽ പെട്ട് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും അഡ്വാൻസ്ഡ് ആയി, ഇനിയിപ്പോൾ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു തുടങ്ങും. അതിനിടയ്ക്ക് ഇങ്ങനത്തെ വെള്ളപ്പൂശലും കൊണ്ട് വരരുത്. ഇതിനെപ്പറ്റി എല്ലാം നിങ്ങൾക്കറിയാം എന്നെനിക്കറിയാം. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ എന്ന നിലയ്ക്ക് നിങ്ങൾക്കെല്ലാം അറിയാം. അറിയാതിരിക്കില്ല, ഒരിക്കലും അറിയാതിരിക്കില്ല. ഈ സിനിമ സീരിയൽ എന്ന് പറഞ്ഞാൽ ഇത്ര കുത്തഴിഞ്ഞ പുസ്തകമാണെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ട് പറയുകയാണ് ഇത്ര സേഫായിട്ടുള്ളൊരു ഫീൽഡില്ല. അത്രേ സേഫായിട്ട് രണ്ടാമത്തെ ദിവസം വീട്ടിലിരിക്കാം, ഒരു പോറലും പറ്റാതെ നമുക്ക് തിരിച്ചു പോരാം. പക്ഷെ പിന്നെ ഞാൻ ആ റൂളിൽ ഉണ്ടാവില്ല തന്നെ. സത്യമാണത്. ലൈംലൈറ്റിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണോ? ഷുവറാണ്, ഈ പറയുന്ന എല്ലാം ഷുവറാണ്. ഇപ്പോൾ ഈ മീനു മുനീറൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ കേട്ടിട്ട് ആളുകൾക്ക് അയ്യോ അങ്ങനെ സംഭവിക്കും, അവരൊക്കെ അങ്ങനെയാണോ, അവരൊക്കെ അത്ര ദാരിദ്ര്യം പിടിച്ചവരാണോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴി കിടക്കുന്നവരാണ് ഇവരെല്ലാം. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത എക്സ്ട്രീം ലെവലാണ് ഇവരുടെയൊക്കെ വിചാരങ്ങളെന്ന് പറയുന്നത്. കാര്യം അതാണ് അവരുടെ ലോകം. ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു റിലേഷൻഷിപ്പോ അങ്ങനെയൊക്കെയല്ലേ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. അതിലൊക്കെ അപ്പുറം ഇതൊക്കെ ഒരു ബിസിനസ് പോലെ, ഇതൊക്കെ ജസ്റ്റ് ഒരു ഹോബി പോലെ, അല്ലെങ്കിൽ ഇതൊക്കെ വെറും നിസ്സാര കാര്യങ്ങളായിട്ട് കാണുന്ന ആളുകൾ തന്നെയാണ് ഈ സിനിമ സീരിയൽ എന്ന് പറയുന്ന ഈ
ചക്കട പരിപാടിയായിട്ട് നടക്കുന്നവരൊക്കെ. അപ്പോൾ ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്ന ഈ നമ്മുടെ അകമഴിഞ്ഞ ഈ അമിതമായ ആരാധനയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് നിർത്തിവെച്ചാൽ, മാറ്റിവെച്ചാൽ തീരുന്ന കാര്യമേ ഉള്ളൂ ഇത്. അതുകൊണ്ട് നിങ്ങൾ ഈ മേഘനയുടെ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇത്രയൊന്ന് പറയണമെന്ന് തോന്നിയത്. നിങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ വിശ്വസിക്കുക, ഇമ്പോസിബിളാണ്. മേ ബി ഉണ്ടായിട്ടില്ല, നോട്ടം കൊണ്ട് പോലും നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആകാശത്ത് നിന്ന് എന്തോ ഇറങ്ങി വന്ന ദേവഗണത്തിൽപ്പെട്ട മനുഷ്യ നയനങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഏതോ ഒരു സ്ത്രീ ആയിരിക്കാം. അല്ലെങ്കിൽ ഇമ്പോസിബിളാണ്, അങ്ങനെ സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. ഒരു അപ്രോച്ചെങ്കിലും ഉണ്ടാകാതിരിക്കുക, ഒരു നോട്ടമെങ്കിലും ഉണ്ടാകാതിരിക്കുക, പ്രത്യേകിച്ച് സിനിമ സീരിയൽ മേഖലയിൽ. ഇനി അങ്ങനെയാണെങ്കിൽ, മൊത്തത്തിൽ അങ്ങനെയാണ്, ഈ ഫീൽഡ് അങ്ങനെയാണ്, ഏറ്റവും സേഫായിട്ടുള്ള ഇതാണെന്ന് പടുകള്ളം വിളിച്ചു പറയാതിരിക്കുക. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നേ പിന്നെ കുറേ പേര് കുറേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, അവരുടെ മനസ്സിലെ വിഷമങ്ങൾ പറയുന്നുണ്ട്, സങ്കടങ്ങൾ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യാതിരിക്കാം, അത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.